എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് എലിസബത്ത് ജീന എന്നാണ്. ഞാനിപ്പോൾ ഗവൺമെൻറ് IT വാണിയംകുളത്ത് ജൂനിയർ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തിട്ട് 2 വർഷത്തോളമായി. ഞാനൊരു 2018 ജൂണിലാണ് ഹോളിമാത, ജൂണല്ല ജൂലൈ ആദ്യത്തോടെയാണ് ഹോളിമാത അക്കാദമിയിൽ ജോയിൻ ചെയ്യുന്നത്. എല്ലാവരെയും പോലെ തന്നെ PSC പഠിച്ച് ഒരു ഗവൺമെൻറ് ജോലി നേടണം എന്നുള്ളൊരാഗ്രഹത്തോട് തന്നെയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2010 ഡിപ്ലോമ പാസ് ഔട്ടായ ആളായിരുന്നു. അതിനുശേഷം പ്രൈവറ്റ് സെക്ടേഴ്സിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്തൊന്നും PSC പഠിക്കണം അല്ലെങ്കിൽ PSC കോച്ചിങ്ങിന് പോകണം എന്നൊരു ചിന്തയെ എനിക്കുണ്ടായിരുന്നില്ല. കാരണം നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോകണു, അത്ര അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. അങ്ങനെ PSC കോച്ചിനെ കുറിച്ചൊന്നും ചിന്തകളൊന്നും ഉണ്ടായില്ല. പിന്നെ അതിനുശേഷം എൻ്റെ മാരേജ് കഴിഞ്ഞു. അപ്പോഴും ഞാൻ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഒരു ഗ്യാപ്പ് വരുന്നതല്ല, സർവീസിൽ ഒരു ഗ്യാപ്പ്, നമ്മുടെ വർക്കിങ്ങിന് ഒരു ഗ്യാപ്പ് വന്നതിൻ്റെ പേരിൽ നമ്മൾ വർക്ക് ചെയ്യൽ സ്റ്റോപ്പായി. അതിനുശേഷം കുഞ്ഞിനൊരു 2 വയസ്സ് 3 വയസ്സൊക്കെ ആവാറായി കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ തിരിച്ച് പ്രൈവറ്റ് ജോലികൾക്ക് പോകുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് സാലറി കിട്ടണം എന്നില്ല. ഗ്യാപ്പ് വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നേന്ന് തുടങ്ങണം. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എന്തുകൊണ്ട് PSC കോച്ചിങ് ഒന്നും നോക്കിക്കൂടാ, നമ്മൾ ടെക്നിക്കലായിട്ടുള്ള എന്തോരോ ഒഴിവുകളുണ്ട്, ഓവർസിയർ ആയിട്ടും സൈറ്റ് എഞ്ചിനീയേഴ്സ് ആയിട്ടും, അങ്ങനെ പല ഒഴിവുകൾ നമുക്ക് ഗവൺമെൻറ് സെക്ടേഴ്സിലുള്ള ഒരു ട്രേഡ് ആണല്ലോ സിവിൽ എഞ്ചിനീയറിങ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനും ഓർത്തു. അപ്പോഴേക്കും എൻ്റെ കൂടെ പഠിച്ച പലരും തന്നെ ഗവൺമെൻറ് ജോലി നേടിയിട്ടുണ്ടായിരുന്നു. ഞാൻ PSCക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഞാൻ അപ്പോഴും പ്രൈവറ്റ് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ ഞാൻ കോച്ചിങ് സെൻറ്റേഴ്സ് അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ പലയിടത്തും വിളിച്ച് ഫീസിൻ്റെ കാര്യമൊക്കെ അന്വേഷിച്ചപ്പോഴേക്കും പലയിടത്തും 30,000 രൂപ, 25,000 അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ആ സമയത്ത് ഹസ്ബൻഡ് മാത്രമാണ് വർക്ക് ചെയ്യണത്. ഒരു മാസം പെട്ടെന്ന് ഈ അഡ്വാൻസ് ആയിട്ട് ഇത്ര രൂപ കൊടുക്കാനൊന്നും നമ്മുടെ കയ്യിലില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ എൻ്റെ കൂടെ പഠിച്ച പലരും ജോലി കയറിയവരോട് ഞാൻ അന്വേഷിച്ചു, നിങ്ങൾ എവിടെയാണ് പഠിച്ചതെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് 1-2 അടുത്തുനിന്ന് ഹോളിമാത എന്നുള്ളൊരു പേര്, അതും അടുത്താണ്, ആലുവയിൽ ഹോളിമാത അക്കാദമിയിലാണ് പഠിച്ചത് എന്നുള്ളൊരു ഇത് കിട്ടി. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു മനോജ് എന്ന് പറഞ്ഞ ഒരു കുട്ടി ആണ് എനിക്ക് ഷിൻഡോ സാറിൻ്റെ നമ്പർ അയച്ചു തന്നത്. ഞാൻ നമ്പർ കിട്ടിയ ഒരു 2 ദിവസത്തിനുള്ളിൽ, ഒരു ജൂൺ ലാസ്റ്റോടെ, 2018 ജൂൺ ലാസ്റ്റോടെ ഞാൻ സാറിനെ വിളിച്ചു. ഒരു ദിവസം ഒരു വൈകുന്നേരം വിളിച്ചു. അപ്പോൾ സാറ് വിളിച്ചപ്പോഴാണെങ്കിൽ, സാർ ആരാ, എന്താ, ഇവിടെ അങ്ങനെ പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യും എന്നുള്ളൊരു റെസ്പോൺസ് ഒന്നും അല്ല എനിക്ക് തന്നത്. എന്നോട് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് വെച്ചു. എന്ന് വെച്ചാൽ സാറിനൊരു താല്പര്യമില്ല, നമ്മൾ വന്ന് ജോയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണമെങ്കിൽ ചെയ്യാത്ത, അങ്ങനെ ഒരു രീതിയിലാണ് സാർ സംസാരിച്ചത്. ഞാൻ ഓക്കെ, ഇതെന്താണ് നമ്മൾ അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ ചോദിച്ചിട്ട് ഇത്തിരി താല്പര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ വെച്ച്. അപ്പോഴേക്കും ഞാൻ എന്നാലും വിചാരിച്ച്, ഞാനപ്പോൾ എൻ്റെ പ്രൊഫൈൽ നോക്കിയപ്പോഴേക്കും നമ്മൾ അപ്ലൈ ചെയ്ത കുറേ എക്സാംസ് നമുക്ക് വരാനിരിക്കുന്നുണ്ട്. 3rd ഗ്രേഡ് OCSൻ്റെ 3 എക്സാം, ഹാർബർ എഞ്ചിനീയറിംഗ്, PWD, അങ്ങനെ LSTD എന്നൊക്കെ കുറേ എക്സാംസ്, അതുപോലെ ഈ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ എക്സാം, അങ്ങനെ കുറേ എക്സാംസ്, സർവേയർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, SCST ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സാം, അങ്ങനെ കുറേ എനിക്ക് ഒരു ക്യൂ നിൽക്കുന്നുണ്ട് കുറേ. അപ്പോൾ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സാറിന് വാട്സപ്പ് ചെയ്തു. ഒരു മിനിറ്റ് ആയില്ല, അപ്പോൾ തിരിച്ചിങ്ങനെ വിളിച്ചേക്കണേ ഷിൻഡോ സാറിന് പറഞ്ഞാൽ, അപ്പോൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വിളിച്ചിട്ട് പറഞ്ഞ്, നമ്മൾ ഒരു പരിചയമില്ലാത്ത ആളാണ് വിളിച്ചത്, എടി നീ അടുത്ത ദിവസം തന്നെ വന്ന് ജോയിൻ ചെയ്യട്ടോ എന്നുള്ളൊരു ഇത് പറഞ്ഞു. എത്രയും വേഗം ജോയിൻ ചെയ്തോ, കുറേ എക്സാംസ് വരാനുണ്ട് നമുക്ക് എന്നുള്ള രീതിയിൽ സംസാരിച്ച്. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, ഇന്നിപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ 2018 ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞാൽ 2020 ഡിസംബർ വരെ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ റെഡിയാണോ, അങ്ങനെയാണെങ്കിൽ മാത്രം വന്ന് ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ അവിടെ കോച്ചിങ് സെൻറ്ററിൽ വന്നിട്ട് ആരെയും പേടിക്കേണ്ട, നല്ല വില്ലന്മാർ, നല്ല പഠിച്ച് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കുട്ടികളൊക്കെ ഉണ്ട്, അവരെയൊന്നും കണ്ട് പേടിക്കേണ്ട, അവരൊക്കെ ഇരുന്ന് പഠിക്കേണ്ടാവും, ആരെയും കണ്ട് പേടിക്കേണ്ട, നമ്മൾ ഒന്നും ഉണ്ടാവില്ല, ഒന്നിന്ന് തുടങ്ങിയല്ലേ വേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞ് സാറ് വെച്ചു. ഞാനപ്പോൾ അതുപോലെ തന്നെ ഞാൻ അടുത്ത ദിവസം തന്നെ എത്രയെടുത്ത് തന്നെ ഒരു ജൂലൈ ആദ്യത്തോടെ വന്ന് ജോയിൻ ചെയ്ത സാറ് പറഞ്ഞ പോലെ തന്നെയായിരുന്നു. കുറേ കുട്ടികൾ അവിടെ ഒരു 3 റൂമായിട്ടാണ് ഇരിക്കുന്നത്. അത് കുറേ പേര് നമ്മുടെ അഡ്മിഷൻ എടുക്കണം, അവിടെ ഇരിക്കണു. പിന്നെ അപ്പുറത്തൊരു റൂമുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഇരിക്കണു. കുറേ പേര് ക്ലാസ് കേൾക്കണു. അങ്ങനെ അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് കുറേ ക്ലാസ്സസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ടോപ്പിക്സ് ഓൾറെഡി ക്ലാസ്സസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെടുത്തത്, ഞാൻ ചെന്ന ഓർക്കണ്ട്, ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ആർച്ചസ് ആയിരുന്നു എടുത്തിട്ടിരുന്നത് വെച്ചത്. എനിക്ക് ഏറ്റവും പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചിരുന്ന കാലത്ത് പോലും ഞാൻ ഇത്രയും മനസ്സിലാക്കി പഠിച്ച സബ്ജക്ട്സ് ഇല്ല.
ഒരു സബ്ജക്റ്റ് ഞാൻ മനസ്സിലാക്കിയല്ല പഠിച്ചത്, ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യണമായിരുന്നു. PSC കോച്ചിങ്ങിന് വന്ന സമയത്താണ് ഏറ്റവും സിമ്പിളായിട്ടാണ് നമുക്കവിടെ പറഞ്ഞു തരുന്നത്. മനസ്സിലാക്കിയാണ് ഞാൻ പഠിച്ചത്. ഇപ്പോഴും എനിക്ക് ഭയങ്കര കോൺഫിഡൻസോടെ പറയാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അന്ന് പഠിച്ച കാര്യങ്ങൾ ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ അന്ന് പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. പല വാല്യൂസ് പോലും നമ്മൾ റിവൈൻഡ് ചെയ്താണല്ലോ, ഇങ്ങനെ റിവൈസ് ചെയ്താണല്ലോ പഠിക്കണത്. വാല്യൂസ് പോലും നമുക്ക് ഒട്ടും നോക്കാതെ പറയാൻ പറ്റുന്നത് അന്ന് ആ പഠിച്ച ഒരു ബേസിസിലാണ്. ഞാൻ പണ്ട് ഡിപ്ലോമ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ബേസിസിലൊന്നും എനിക്ക് ഒരു കാര്യം അറിയില്ലായിരുന്നു. ഞാൻ വെറുതെ പഠിച്ചു പോയതായിരുന്നു. പക്ഷേ PSC കോച്ചിങ്ങിന് വന്നിട്ടാണ് ഞാൻ എല്ലാ പോയിന്റ്സും ജസ്റ്റ് മനസ്സിലാക്കി പഠിച്ചിരുന്നത്. പിന്നെ ഞാൻ അവിടെ വന്ന് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞു. ആ സമയത്ത് കുറേ കുട്ടികൾ, എൻ്റെ ഒരു സമയത്ത് ജോയിൻ ചെയ്ത കുട്ടികളുണ്ടായിരുന്നു. നമ്മൾ കാലത്ത് ക്ലാസ്സിന് വന്നിരിക്കും. ആ സമയത്ത് ഓൾറെഡി 2-3 വർഷം പഠിച്ചു കഴിഞ്ഞവരും എക്സാം ഒന്നും ഇല്ലാതിരുന്നവരൊക്കെ അവിടെ ഓൾറെഡി റിവൈസ് ചെയ്തിട്ടിരിപ്പുണ്ട്. നമുക്ക് ആദ്യമായിട്ടായിരുന്നു നോട്ട്സ് കിട്ടിക്കൊണ്ടിരുന്നത് വെച്ചത്. ഞാൻ പറഞ്ഞു ആർച്ചിൻ്റെ ടോപ്പിക്കാണ് അന്ന് എടുത്തിരുന്നത്. അതിനുശേഷം അപ്പോൾ കൺസ്ട്രക്ഷനാണ് അവിടെ നടന്നിട്ടിരിക്കുന്നത്. അതിന് മുന്നേ കുറേ മെറ്റീരിയൽസ്, അങ്ങനെ കുറേ സബ്ജക്റ്റ് കഴിഞ്ഞു പോയിരുന്നു. അതെല്ലാം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇനിയും റിപ്പീറ്റ് അടിച്ച ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്ത് അവിടെ ക്ലാസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നില്ല. പകരം നമ്മൾ കഴിഞ്ഞ കുട്ടികളുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങി ഞാൻ എല്ലാ നോട്ടും പ്രിപ്പയർ ചെയ്തു. പിന്നീട് അതുപോലെ തന്നെ വീക്കെൻഡ് അവിടെ എക്സാംസ് നടക്കാറുണ്ട്. അതിൽ സാറ് പറഞ്ഞ പോലെ എനിക്ക് 40 മാർക്കൊക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ആദ്യം വരുമ്പോൾ 40 മാർക്ക്, 40 അങ്ങോട്ട് മാറണില്ല. പിന്നെ കുറേ കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞപ്പോഴേക്കും 60ആയി. പിന്നെ അതങ്ങോട്ട് പൊങ്ങുന്ന ഒരു അവസ്ഥയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ അതിനുശേഷം ഞങ്ങളൊരു കുറച്ചു കുട്ടികൾ ചേർന്ന് ഈ ക്ലാസ്സിന് ശേഷം ജസ്റ്റ് ഒരു കമ്പൈൻ സ്റ്റഡി എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ക്ലാസ്സിന് ശേഷം കമ്പൈൻ സ്റ്റഡി ചെയ്യായിരുന്നു. എക്സ്ട്രാ നമ്മൾ എന്താണ് ചെയ്തതെങ്കിൽ എനിക്ക് എല്ലാവരെയും പോലെ ഒന്നും പറയാനൊന്നും കൂടുതലില്ല. സത്യത്തിൽ ഞാൻ അവിടെ ജൂലൈയിൽ വന്ന് ഒരു നവംബർ വരെയാണ്, ശരിക്കും നവംബർ ഡിസംബറും ഒന്നെങ്കിൽ വരെയാണ് ക്ലാസ്സസിന് വന്നിട്ടുള്ളൂ. അത്രയും ടൈം മാത്രം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളെങ്കിൽ പോലും ആ കിട്ടിയ സമയം നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും PSC കോച്ചിങ് ഒരു ജോബ് നേടാൻ നമ്മൾ ഇത്ര വർഷത്തോളം ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യത്തിൽ ആ ടോപ്പിക്സ് എല്ലാം കിട്ടിയാൽ മാക്സിമം ഒരു 6 മാസം മതി നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി. നമ്മളൊരു 100% നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു ജോയിൻ ചെയ്ത് ഒരു 2-3 മാസത്തിന് ശേഷം, മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്കിത് ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു ഇഷ്ടം ഇങ്ങനെ എന്താ പറഞ്ഞ ആർത്തി എന്നൊക്കെ പറയൂലേ, അതുപോലെ ഒരു ഇതായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. എന്ത് പുതിയ ഒരു സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു ടോപ്പിക്ക് ഒന്നെങ്കിൽ ഇതിൽ യൂട്യൂബിൽ കണ്ടാലും എവിടെ കണ്ടാലും നമുക്ക് അതൊന്ന് പഠിച്ച് കഴിഞ്ഞ് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഫുഡ് ഈ ഒരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ ഒരു അരമണിക്കൂറിൻ്റെ ഒരു ടോപ്പിക്കാണ് നോക്കുക, ഒരു ക്ലാസ്, ഒരു നോട്ടിഫിക്കേഷൻ പുതിയത് വന്നു. പിന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട് വൈപ്പിനിലാണ്, ആലുവയിലായിരുന്നു ഹോളിമാത സെൻറ്റർ. അപ്പോൾ ഒരു 2 മണിക്കൂറോളം അല്ലെങ്കിൽ 1.5 മണിക്കൂറോളം ഞാൻ ബസ്സിൽ യാത്ര ചെയ്താണ് വന്നിരുന്നത്. ഈ 1.5 മണിക്കൂർ ഞാൻ വെറുതെ കളയില്ലായിരുന്നു. എൻ്റെ ചെവിയിൽ ഹെഡ്സെറ്റ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ യൂട്യൂബിൽ സിവിൽ നിന്ന് കേട്ട എല്ലാ ചാനൽസും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുമായിരുന്നു. അത് 3rd ഗ്രേഡ് ഓവർസിയറിൻ്റെ മാത്രമല്ല, JE എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതിൻ്റെ എല്ലാ ക്ലാസ്സസും ഏത് ചാനൽ സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള ചാനലുണ്ടോ അതെല്ലാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഇതുപോലെ ഞാനിങ്ങനെ ക്ലാസ്സിൽ വന്ന സമയത്ത് എൻ്റെ ചെവിയിലിരുന്ന സംഭവം വെച്ച് നോക്കിയിട്ട് ഹിന്ദി ക്ലാസ് കേട്ടിട്ട് ഇത് എനിക്ക് എന്തിനാ പഠിക്കണം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വരെ ആരോ ഒരു കുട്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ നമുക്ക് പഠിക്കാം, നമ്മൾ 3rd ഗ്രേഡ് അല്ലേ, എന്തിനാണ് ഇതിൻ്റെ ആവശ്യം. പക്ഷേ എനിക്ക് ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ എക്സാം വന്നപ്പോഴാണ് എൻ്റെ മാർക്ക്, ഞാൻ ആ എക്സ്ട്രാ പഠിച്ചതായിരുന്നു എനിക്ക് മാർക്ക് റേസ് ചെയ്യാനുള്ള റീസൺ എനിക്ക് മനസ്സിലായി. കാരണം ട്രാൻസ്പോർട്ടേഷനിൽ നിന്ന് കുറേ വന്നു, എൻറോൾമെന്റിൽ നിന്ന് വന്നു, അതെല്ലാം മാക്സിമം എനിക്ക് കിട്ടിയത് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടാൻ കാരണം ഞാൻ എക്സ്ട്രാ എന്ത് കിട്ടണോ, ഞാൻ എന്ത് പഠിക്കണോ ആ ഒരു മാർക്കാണ് എനിക്ക് എക്സ്ട്രാ വരാൻ കാരണം. ഷിൻഡോ സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ, സാറിൻ്റെ ക്ലാസ്സസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ പഠിച്ച സമയത്തൊന്നും സാർ അങ്ങനെ റെഗുലറായിട്ട് ക്ലാസ് എടുക്കുന്ന ആളായിരുന്നില്ല. സാറ് ഒരു ഓണത്തിന് 2018 ആഗസ്റ്റിൽ ഓണത്തിൻ്റെ സമയത്ത് സാർ ഒരു ക്ലാസ് വെച്ചിരുന്നു. അപ്പോൾ ഓണത്തിൻ്റെ തലേദിവസം, ഓണത്തിന് അങ്ങനെ തലേദിവസം ഒരു ദിവസമായിരുന്നു, പിറ്റേ ദിവസം അങ്ങനെയായിട്ട് ഒരു ക്ലാസ് വെച്ചിട്ട് അന്നാണ് സാറിനെ ഞാൻ ഡയറക്റ്റ് അന്ന് കാണുന്നത്. സാർ അന്ന് എസ്റ്റിമേഷൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ട്, നമുക്ക് കുറച്ച് പേപ്പറൊക്കെ ഉള്ള ഒരു റിട്ടൺ മെറ്റീരിയലാണ് അത്. അതിൻ്റെ കോപ്പിയാണ് നമുക്ക് എല്ലാവർക്കും തരണമല്ലോ. അപ്പം അത് വെച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് സാർ ആ ടോപ്പിക്കൊക്കെ തീർത്തു.
സാറ് ഞാൻ പറയണമ്പോൾ എനിക്ക് വലിയ ബെസ്റ്റ് ടീച്ചർ എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ സാറ് ഒരു എന്താ ഒരു കോമഡി ടൈപ്പിൽ ആ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യണ രീതിയിൽ കിട്ടും. അത് നമ്മൾ മറക്കുകയും ചെയ്യില്ല. ഇപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ സാർ അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ എസ്റ്റിമേഷൻ ഒക്കെ എടുക്കുമ്പോഴേക്കും നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അന്ന് സാർ ഇങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങളിത് നിങ്ങൾക്ക് കിട്ടണോ, നിങ്ങൾ ഈ ഇതിന് വേണ്ടി തന്നെ ഇത്ര മണിക്കൂർ, ഒരു 13-14 മണിക്കൂറോ അങ്ങനെ എന്തോ മണിക്കൂർ സാർ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കൂട്ടി 14 മണിക്കൂറോ, ഞാൻ കാലത്ത് ഒരു 8 മണിക്ക് പഠിക്കാൻ തുടങ്ങി വൈകിട്ട് തീർത്താൽ പോലും എനിക്ക് അത്ര എത്തണില്ലല്ലോ, ഇതൊന്നും നടക്കുകയൊന്നുമില്ല, ആര് പഠിക്കാൻ ഈ 12-14 മണിക്കൂറൊക്കെ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ ആ പഠനത്തിലോട്ട് ഇറങ്ങി വന്നതിന് ശേഷം ഒരു ഒക്ടോബറിൽ ഞാൻ എണ്ണി നോക്കിയപ്പോൾ സാറ് പറഞ്ഞ ആ മണിക്കൂറിനേക്കാളും കൂടുതൽ ഞാൻ പഠിക്കാനായിട്ട് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. കാരണം എക്സാം ഒക്കെ അടുക്കാറായി എന്നുള്ളൊരു ഇത് വന്ന സമയത്ത് ഞാൻ ഒരു ഒക്ടോബർ ആയപ്പോൾ എനിക്ക് എല്ലാ മെറ്റീരിയൽസും കിട്ടി. ഞാൻ എന്താണ് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മാസത്തോളം 1-2 മാസത്തോളം ഞാൻ ഇത് ഫോളോ ചെയ്തിട്ടോ. ഒരു കാലത്ത് ഞാനൊരു 3 മണിക്ക് എണീക്കുമായിരുന്നു. 3 മണിക്ക് എണീറ്റ് ഞാൻ അതിന് മുന്നേ തന്നെ നമ്മൾ ഒരു ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തു. എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ടോപ്പിക്സ് എല്ലാം വെച്ച് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സിനൊക്കെ ഞാൻ ഒരു ദിവസം കൊടുത്തു. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ സൺഡേ സർവേയിങ്ങിന് കൊടുത്തു, മൺഡേ കൺസ്ട്രക്ഷൻ ഓർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കൊടുത്തു. അതുപോലെ തന്നെ ഓരോ വലിയ വലിയ ടോപ്പിക്സ് അല്ലെങ്കിൽ സബ്ജക്ട്സിന് ഓരോ ദിവസം കൊടുത്തിട്ട് ചെറിയ ടോപ്പിക്സിന് 1-2 ടോപ്പിക്സ് ഒരു ദിവസം കൊടുത്തു. ഇതിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ ടോപ്പിക്കും ഞാൻ റിവൈസ് ചെയ്യും. ഓരോ ദിവസം നമ്മൾ എല്ലാ സബ്ജക്ട്സിനും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സർവേയിങ് മെറ്റീരിയൽസ് എല്ലാം ഞാൻ കാലത്ത് എണീറ്റതിന് ശേഷം ജസ്റ്റ് ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് സമയം എടുക്കുമ്പോഴും പിന്നെ ഓരോ ദിവസവും ഓരോ മൺഡേ വരുമ്പോഴും നമ്മുടെ സർവേയിങ് ജസ്റ്റ് നമ്മളൊന്ന് മറിച്ച് പോകുമ്പോൾ നമ്മുടെ മൈൻഡിൽ കൂടി എല്ലാ വാല്യൂസും വരും. ഈ പേജിൽ ഈ വാല്യൂ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ റിവൈസ് ചെയ്തിട്ട് എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഞാൻ ഫോണിലും അതുപോലെ പല ടെക്സ്റ്റ് ബുക്കും അങ്ങനെയൊക്കെ നോക്കി ഞാൻ പഠിക്കുമായിരുന്നു. ആ സർവേ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ആ ഒരു ദിവസം മാത്രമേ പഠിക്കുകയുള്ളൂ. അതിന്റെ മാക്സിമം എക്സ്ട്രാ എന്തൊക്കെ കിട്ടും അതെല്ലാം ഞാൻ ആ ഒരു ദിവസത്തേക്ക് വേണ്ടി കൊടുത്തു. എക്സ്ട്രാ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നമുക്കൊരു സെപ്പറേറ്റ്, എനിക്ക് എല്ലാത്തിനും സെപ്പറേറ്റ് നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു, അതിലേക്ക് ആഡ് ചെയ്ത് വെക്കും. നമുക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്സ് മാത്രമല്ല ഞാൻ ഈ പറയണത്, നമുക്ക് എക്സ്ട്രാ യൂട്യൂബ് വഴിയും ഞാൻ പറഞ്ഞില്ലേ ജെഇയുടെ കുറേ ക്ലാസ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഹിന്ദി ക്ലാസ്, അതിൽ നിന്നെല്ലാം കിട്ടുന്ന സർവേയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്യും. അതുപോലെ തന്നെ അടുത്ത ദിവസം ഇപ്പോൾ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഡ്രോയിങ് ആണെങ്കിലോ അതിൽ എല്ലാ പോയിന്റ്സും ആദ്യം തന്നെ റിവൈസ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ പോയിന്റ്സ് എക്സ്ട്രാ കിട്ടണമൊക്കെ ആഡ് ചെയ്യും, അത് പഠിക്കും. അങ്ങനെയാണ് ഇങ്ങനെ റിവൈസ് ചെയ്തിരുന്നത് വെച്ചാൽ 2 മാസം അങ്ങനെ തന്നെ പഠിച്ചു. അങ്ങനെ കാര്യം നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 3 മണി തൊട്ട് ഒരു 6-7 മണി വരെ 6 മണി വരെ 6:30 മണി വരെ ഞാനിരുന്ന് പഠിക്കും. അതിനുശേഷം പിന്നെ നമുക്ക് 8-8:30 നമുക്ക് ക്ലാസ്സിന് പോകണം. അതിനുശേഷം അവിടെ ഒരു 10 മണി തൊട്ട് 1 മണി വരെ ക്ലാസ്. അതിന് ഫുഡ് കഴിച്ചതിന് ശേഷം അവിടെ ഒരു കമ്പൈൻ സ്റ്റഡി ഉണ്ടാകും. നമ്മൾ കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് കുറച്ച് ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരുമായിരുന്നു, അത് വെച്ച് പഠിക്കും. അതിൽ നമ്മൾ എക്സാം എഴുതിയായിരുന്നു പഠിച്ചിരുന്നത്, നമ്മൾ വായിച്ചു വിട്ടല്ല ഞങ്ങൾ പഠിച്ചിരുന്നത്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണല്ലോ, 100 ക്വസ്റ്റ്യൻസിന്റെ പേപ്പറോ അല്ലെങ്കിൽ 80 ക്വസ്റ്റ്യൻ്റെ പേപ്പർ ആണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഫോണിലേക്ക് സെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ 80 ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ആ ഒരു 8 പേജും ക്വസ്റ്റ്യൻസ് മാത്രം സെൻഡ് ചെയ്തിട്ട് നമ്മൾ ആൻസർ ഇതിൽ എഴുതും. ഞങ്ങളൊരു 7 പേര് 8 പേരുണ്ടാകുന്ന ഒരു ഗ്രൂപ്പിൽ അവർ എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ഓപ്ഷൻ എഴുതും, എന്നിട്ട് പിന്നെ എല്ലാവരും കൂടി കമ്പൈൻ ആയിരുന്നിട്ട് ആൻസർ ടിക്ക് ചെയ്യും. എന്നിട്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ 4 എണ്ണത്തിൽ ഇതാണ് ആൻസർ അങ്ങനെ പറയലല്ല, നമ്മൾ തനിയെ എക്സാം എഴുതിയായിരുന്നു അവിടെ പഠിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു 1.5 മണിക്കൂർ ഹെഡ്സെറ്റ്, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് ഫുൾ ടൈം ഞാൻ ഫോണിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞ ഒരു കാര്യം ഞാൻ അതിൽ എടുത്തു പറയണതാണ്. സത്യത്തിൽ നമ്മൾ ഈ പഠനത്തിലോട്ട് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല സാറേ എന്ന് പറയണ പോലെ തന്നെയാണ്. എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യമൊന്നുമില്ല. എനിക്കൊരു കുഞ്ഞു മോളുണ്ടായിരുന്നു, 2 വയസ്സുള്ള ഒരു മോളുണ്ടായിരുന്നു, 2.5 വയസ്സ് ആ മോളുണ്ടായിരുന്നു. അവളുടെ കാര്യങ്ങൾ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല സത്യത്തിൽ. കാരണം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഇതിലോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ പഠിക്കണതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ പഠിക്കാൻ പോണേണ്, കുഞ്ഞിനെ ഇവിടെ നോക്കാൻ പറ്റണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ പോയി പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ പഠിച്ചു തുടങ്ങി ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയൊന്നും നോക്കൂല. അങ്ങനെ നോക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ അതിൽ ഫുള്ളായിട്ട് വന്നു എന്നുള്ളൊരു ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആദ്യത്തെ എക്സാം എൻ്റെ കഴിഞ്ഞതിന് ശേഷം, ആദ്യത്തെ അല്ല ഇൻസ്ട്രക്ടറിൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ടോട്ടലി ഫ്രീ ആയത്. ആ സമയത്ത് എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ ചെയ്യുന്ന PSC കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് എന്താ ഈ കിട്ടുമോ എന്നുള്ളൊരു കളിയാക്കിയുള്ള ഒരു ചോദ്യം തന്നെയാണ്. അവിടെ അമ്മ പറയാനുണ്ടായിരുന്നു, ജീന പഠിക്കുന്നുണ്ടോ, പഠിക്കണില്ല, അല്ലെങ്കിൽ
മോളുടെ കാര്യം നോക്കണില്ല, എന്തോ ഇങ്ങനെ ഒരു പറന്ന് നടക്കണ പോലെ നടക്കണേണ്, ഒന്നും നോക്കണില്ല ശ്രദ്ധിക്കണില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ് എന്നെ പോലെ കിട്ടിയത്. പക്ഷെ എനിക്ക് അതിന് കൊടുക്കാൻ പറ്റിയ മറുപടി എന്താന്ന് വെച്ചാൽ, എനിക്ക് അത് കഴിഞ്ഞ് വന്ന ഞാൻ എഴുതിയ എല്ലാ എക്സാമിനും എനിക്ക് എൻ്റെ പേരുണ്ടായിരുന്നു. ആദ്യം നമ്മൾ എഴുതിയത് ഒരു സർവേയിങ്, CST ഡിപ്പാർട്ട്മെന്റിലെ സർവേയിങ് ആണ്. അതിലൊരു 100 പേരോ 20 പേരായിട്ടാണ് മെയിൻ ലിസ്റ്റിൽ വന്നുള്ളൂ. എനിക്ക് അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഞാൻ എഴുതിയ എക്സാം ആയിരുന്നു. ജോയിൻ ചെയ്ത ഒരു 4ാമത്തെ മാസം PSC കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ട് നവംബറിൽ കയറി ആ ഒരു എക്സാം എഴുതിയപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വരാൻ പറ്റി. അതാണ് എനിക്ക് കോൺഫിഡൻസ് കൂടുതലും കിട്ടാൻ കാരണം. പിന്നെ അടുത്തതാണ് നമ്മൾ PWD ഹാർബർ ഓവർസിയറിൻ്റെ എക്സാം, 3rd ഗ്രേഡ് ഓവർസിയറിൻ്റെ എക്സാം എഴുതി. അതിൽ 2ലും എൻ്റെ പേര് വന്നു. എനിക്ക് 2നും അപ്പോയിൻമെൻറ്റ് ലെറ്ററും ആദ്യത്തെ ഇതിൽ തന്നെ വന്നു എന്നാണ് എൻ്റെ ഓർമ്മ. PWDയിൽ ഫസ്റ്റ് അഡ്വൈസ് തന്നെ വന്നിരുന്നു. പിന്നെ അതിനുശേഷമാണ് നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ എക്സാം വന്നത്. അതിലും ഇതുപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് തന്നെ കിട്ടി. ആ ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ് അയച്ചപ്പോഴേക്കും എൻ്റെ പേരുണ്ടായിരുന്നു. പിന്നെ ഹാർബർ എഞ്ചിനീയറിങ്ങിനും വന്നു. അങ്ങനെ എല്ലാ എക്സാമിനും പേര് വന്നതാണ്. എനിക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയ മറുപടി എന്ന് വെച്ചാൽ അതാണ്. സക്സസ് സ്റ്റോറി അതിന് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പലവട്ടം ഒരുങ്ങിയിട്ടും വേണ്ടാന്ന് വെച്ച ആളാണ്. എനിക്കെന്താണ് ഇത് പറയാനുള്ള ഒരു യോഗ്യത എന്നുള്ളൊരു ചിന്തയൊക്കെ ഇരിക്കുന്നു. ഞാൻ എന്ത് പറയാനാണ്, എല്ലാവരും പഠിച്ചു, അതിൻ്റെ കൂടെ ഞാനും പഠിച്ചു, എനിക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് കിട്ടി, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞത്, ഭാഗ്യമുള്ളത് കൊണ്ട് മാത്രമല്ല, നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. നമുക്ക് കുറെ മാർഗനിർദ്ദേശികളായിട്ട് കുറെ സാറുമാരുണ്ടാവുന്നു, നമുക്ക് വേണ്ടി കഷ്ടപ്പെടാൻ കുറെ ടീച്ചേഴ്സ് ഉണ്ടാവുന്നു PSC കോച്ചിങ്ങിന്. അപ്പോൾ അവർ പറഞ്ഞതുപോലെയൊക്കെ നമ്മൾ പഠിച്ചു. നമുക്ക് കുറെ മോട്ടിവേഷൻ അവിടെ നിന്ന് ചിന്തു സാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ സാറ് കുറേ മോട്ടിവേഷൻ, സാറിന്റെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. സാറ് പറയുന്ന കുറെ കാര്യങ്ങൾ. അപ്പോൾ നല്ല മോട്ടിവേഷൻ സ്പീക്കർ തന്നെയാണ് സാറ്. നമുക്ക് ഒരു എനർജി ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊന്ന് സാറിന്റെ ഒരു മെസ്സേജ് ആ എക്സാം വരണതിന്റെ തലേ ദിവസമോ അല്ലെങ്കിൽ 1-2 ദിവസം മുമ്പ് ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴൊക്കെ സാറിന് ഒരു മെസ്സേജ്, ഒരു ഇത്രയും സമയം എനിക്ക് സാറിന് എവിടെ നിന്നാണ് കിട്ടണതെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് വേണ്ടി സാറ് കുറേ സമയം ചെലവഴിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതുപോലെ തന്നെ നിങ്ങൾ എക്സാം എഴുതണം, നിങ്ങൾ കൊണ്ട് പറ്റും, ആ ഒരു മെസ്സേജ് വായിക്കുമ്പോൾ തന്നെ എന്നും പറഞ്ഞ് നമ്മൾ ഡബിൾ സ്ട്രോങ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ചാടി ഇറങ്ങുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് വളരെ വലുതാണ്. വേറെ ഇങ്ങനെ പല കോച്ചിങ് സെന്റർ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ പോവാത്തതിന്റെ പേരിലായിരിക്കും, ചിലപ്പോൾ ഉണ്ടാവായിരിക്കാം. പക്ഷെ ഞാൻ ഹോളിമാതയെ പഠിച്ചതിന്റെ ബേസിസിൽ പറയുന്നതാണ്, നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. നമുക്ക് പഠിക്കാൻ വേണ്ടി ഒരു ബാക്ക് ബോൺ എന്നൊക്കെ പറയണ പോലെ നമുക്ക് എന്താ പറയാ, ഒരു സാറാണ് നമ്മളുടെ ഒരു ശക്തി എന്നൊക്കെ പറയണത് അത് തന്നെയാണ്. നമുക്ക് തലേദിവസം നിന്നെക്കൊണ്ട് പറ്റും എന്ന് ഒരാൾ പറയാനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറ്റും. ഇപ്പോൾ ഹോളിമാതയിൽ PSC കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത എല്ലാവർക്കും, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും, കുറെ നാളായിട്ട് പ്രയത്നിക്കുന്നവരുണ്ടാവും, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ആരും നിരാശപ്പെട്ട് പോവണ്ട. നമുക്ക് സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വേക്കൻസീസ് നമുക്ക് നിലവിലുണ്ട്. എല്ലാവർക്കും ജോലി കിട്ടും. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളുടെ 100% കൊടുത്ത് പഠിച്ചാൽ മാത്രം മതി. ആർക്കും ജോലി കിട്ടാതെ പോവില്ല. നിങ്ങളുടെ ആത്മവിശ്വാസം വിടാതെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു സാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുക. എല്ലാവർക്കും എല്ലാവിധ സക്സസ്സും നേരുന്നു. താങ്ക് യു.